അപ്പോൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. ഏതാണ്? കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. എന്താണ്? അപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് തുടങ്ങാം, കാര്യങ്ങളൊക്കെ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു? മെറ്റൽസിനെ പറ്റിയിട്ടും മെറ്റൽസിന്റെ പ്രൊഡക്ഷനും അതിനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം ഇനി നോൺ മെറ്റൽസിന്റെ ഡിസ്കഷനാണ് ഇനി അടുത്ത്. സ്വാഭാവികമായിട്ട് മെറ്റൽ ഡിസ്കസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ആരുടെ അടുത്ത് വരണം? നോൺ മെറ്റൽസിന്റെ കാര്യം പറയണം. പക്ഷെ നോൺ മെറ്റൽസിന്റെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഏകദേശം 118ഓളം എലമെന്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ 118ഓളം എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം ഓൾമോസ്റ്റ് മോർ ദാൻ 75% ആരാണ്? മെറ്റൽസ് ആണ്. പിന്നെ എവിടെയാണ് നമുക്ക് ഈ നോൺ മെറ്റൽസ് കാണാൻ പറ്റും? അപ്പൊ നോൺ മെറ്റൽസിന്റെ ആവശ്യമുണ്ടോ? എന്നാൽ പിന്നെ 90% മെറ്റൽസ് ആയ പ്രശ്നമുണ്ടോ? ചോദ്യം ചോദ്യം നല്ല ചോദ്യമാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മെറ്റൽസ് കൊണ്ട് മാത്രം ഒരിക്കലും എല്ലാ കമ്പൗണ്ട്സും ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മെറ്റൽസ് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. എന്താണ്? മെറ്റൽ ഓൾവേസ് എങ്ങനെയാണ്? അതിന്റെ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. ആരോട് കമ്പൈൻ ചെയ്തിട്ട്? അവിടെയാണ് നമ്മളെ സ്റ്റാർ വരുന്നത്. ആര്? നോൺ മെറ്റൽസ്. കുറച്ച് നോൺ മെറ്റൽസ് ഉണ്ട്, പക്ഷേ ഇവരോട് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ മെറ്റൽസ് ഉണ്ടാവുന്നത്. എങ്ങനെ കമ്പൈൻ ചെയ്യും? ഒന്നുകിൽ മെറ്റൽ കാർബണേറ്റ്സ് ആയിട്ടോ ഹൈഡ്രോക്സൈഡ്സ് ആയിട്ടോ ഓക്സൈഡ്സ് ആയിട്ടോ ഒക്കെയാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ മെറ്റൽസ് നിൽക്കുന്നത്. അപ്പം അല്ലെങ്കിൽ സൾഫൈഡ്സും ക്ലോറൈഡ്സും അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മെറ്റൽസ് നിൽക്കുന്നത്. മെറ്റൽസ് ഒറ്റയ്ക്ക് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ആരുണ്ട്? നമ്മുടെ ഗോൾഡ് പോലത്തെ ആൾക്കാരുണ്ട്. അതായത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന, അവർക്ക് ആരോട് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, സ്വന്തം കാര്യം സിന്താപം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മെറ്റൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന നോൺ മെറ്റൽസിന്റെ കൂടെ കമ്പൗണ്ട്സ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത്തരം കമ്പൗണ്ട്സ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എത്തരം കമ്പൗണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഓൺലി നോൺ മെറ്റൽസ് ആണ്. ഓൺലി നോൺ മെറ്റൽസ്. അവിടെ മെറ്റൽ ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കമ്പൗണ്ട്സിലൊക്കെ എന്താണ്? വെറും നോൺ മെറ്റൽസ് മാത്രം. അപ്പൊ ഈ നോൺ മെറ്റൽസ് എവിടെയാണുള്ളത്? നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഇങ്ങനെ വന്നു, ഇവിടെ നടുക്കൊരാള്, പിന്നെ ഇവിടെ പോയി, ഇതാ ഇവിടെ ഇതുപോലെ ഷേപ്പിലും, പിന്നെ അടിയിൽ രണ്ടാൾക്കാർ, ഇതാ ഇവിടെ ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏകദേശം ഇങ്ങനെ ഒരു രൂപമല്ലേ അല്ലേ? അപ്പൊ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കണ്ടോ? ഒട്ടുമിക്ക ആൾക്കാരൊന്നും ഇതാ ഇങ്ങനെയുള്ളൊരു വലിയൊരു പോർഷൻ, ഇതാ ഇവരെയും കൂടി ഞാൻ ചേർക്കും. ഇവരൊക്കെ ആരാണ്? എല്ലാം മെറ്റൽസ് ആണ്. പിന്നെ ഈ ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, ഇവരാണ് നമ്മൾ നോൺ മെറ്റൽസ്. അതായത് നമ്മളിപ്പം പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ബോറോൺ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, പിന്നെ നമ്മുടെ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ എന്ന് പറയുന്ന അവരൊക്കെ. പിന്നെ ആരാണ്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. സിലിക്കൺ ഒരു എന്താണ് പറയുന്നത്? ഒരു മെറ്റൽ അല്ല, എന്നാൽ എക്സാക്ട്ലി ഒരു നോൺ മെറ്റലിന്റെ കണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ്. അതായത് സിലിക്കൺ കമ്പൗണ്ട്സ്, നമ്മുടെ ഈ മണൽ, പൂഴി, മണ്ണ്, ഇതിലൊക്കെ ഉള്ള ആരാണ്? സിലിക്കൺ ഉണ്ട്, അലൂമിനിയം ഒക്കെ ഉള്ളതാണ്. അപ്പൊ അലൂമിനിയം എന്ന് പറയുമ്പോൾ അവിടെ മെറ്റലാണ്. പക്ഷെ സിലിക്കൺ കണ്ടെയ്ൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഡയമണ്ട് ഒക്കെ നമ്മൾ പറയുന്നില്ലേ, അതിൽ കാർബൺ ആണ്. അതൊക്കെ ഒരു നോൺ മെറ്റൽ ആണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നോൺ മെറ്റൽസ് കമ്പൗണ്ട്സ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ പുറത്തേക്ക് നിശ്വസിക്കുന്ന സാധനം ഉണ്ട് അല്ലേ? ബ്രീത്തിങ് ഔട്ട്. എന്താണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു നോൺ മെറ്റൽ കമ്പൗണ്ട് ആണ്. പിന്നെ നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടന്നിട്ട് അവസാനം ആരാ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? C6H12O6. ഇതാരാണ്? ഇതും ഒരു നോൺ മെറ്റൽ കമ്പൗണ്ട് ആണ്. ഇതിൽ നിന്ന് പിന്നെ എന്താവും? ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് എന്താണ്? അവിടെ സ്റ്റാർച്ചും മറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതാരാണ്? C12H22O11. പിന്നെ നമ്മൾ ഈ പൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ്? ആസിഡ് റെയിൻ ഒക്കെ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ കാരണം ആരാണ്? സൾഫർ ഡയോക്സൈഡ്. പിന്നെ നമ്മൾ ഈ പുക, എന്താണ്? എയർ പൊല്യൂഷന് കാരണമാവുന്ന ആരാണ്? കുറെ മീഥെയിൻ ഗ്യാസ് ഒക്കെ എന്താണ്? നമ്മുടെ ഈ വണ്ടിയുടെ പുകയിലുള്ളത് കൊണ്ടാണെന്ന് പറയും അല്ലേ? പിന്നെന്താണ്? പിന്നെ കുറെ ആസിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെ പഠിച്ചിട്ടുണ്ട്? നൈട്രിക് ആസിഡ് പഠിച്ചിട്ടുണ്ട്, HNO3. പിന്നെ സൾഫ്യൂരിക് ആസിഡ്, ഫേമസ് ആയിട്ടുള്ള എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? രാസവസ്തുക്കളുടെ രാജാവ്, എന്താണ്? കിങ് ഓഫ് ഓൾ ദ കെമിക്കൽസ് ഒക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ്. പിന്നെ ആരൊക്കെയുണ്ട്? നമ്മുടെ അമോണിയ. പിന്നെ ആരുണ്ട്? കാർബൺ മോണോക്സൈഡ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കമ്പൗണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ്? സൾഫർ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ കാർബൺ, ഹൈഡ്രജൻ. ഇതിലൊക്കെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും നോൺ മെറ്റൽസ് ആണ്. സോ നോൺ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയ കമ്പൗണ്ട്സ് ആണ് നോൺ മെറ്റൽസ് കമ്പൗണ്ട്സ്. കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിന്റെ ഡിസ്കഷൻ അങ്ങനെയാണ് വരുന്നത്. ബാക്കിയൊക്കെ മെറ്റൽ കമ്പൗണ്ട്സ് ആണ്. അത് നമ്മൾ അയോണിക് കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പഠിച്ചു അല്ലേ? സോ നമ്മൾ ഡിസ്കഷൻ ഈ ഒരു ചാപ്റ്ററിൽ ആരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമ്മൾ 2 നോൺ മെറ്റൽസ് കമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ്. അവരുടെ പ്രിപ്പറേഷനും അവരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള പ്രോപ്പർട്ടീസും അവരുടെ മറ്റ് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 2 ആൾ ആരൊക്കെയാണ്? അമോണിയും കൂടെ H2SO4. അപ്പൊ ഈ 2 ആൾക്കാരാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ. ആരൊക്കെയാണ്? ഇവർ 2 പേരാണ്.
ഈ രണ്ട് നോൺ മെറ്റൽ കമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ നമ്മൾ ഡിസ്കഷൻ അവിടെ തീരൂ ഇല്ല. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കൂടാതെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയോ? അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഐഡിയ. എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം പേര് കേട്ടാൽ തന്നെ എനിക്കറിയാം എന്തോ ഈക്വൽ ആയിട്ടുള്ള എന്തോ കാര്യത്തിനെ പറ്റി പറയുന്നതാണ്. ശരിയാണ്, നിങ്ങളുടെ ഡൗട്ട് ഒക്കെ കറക്റ്റ് ആണ്. ഇക്വിലിബ്രിയം എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇക്വിലിബ്രിയം ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ തന്നെ. നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? മോളിക്കുലാർ ലെവലിൽ ഒരു സബ്സ്റ്റൻസിന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് നടന്നെന്ന് പറയാം. സോ കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ് ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്താ ചെയ്യുക? ആദ്യം ഒരു സൈഡ് റിയാക്ടൻസ് ഉണ്ടാവും, അത് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ സാധാരണ റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ മറ്റേ റിയാക്ടിവിറ്റി സീരീസും മറ്റേ മെറ്റൽസിന്റെ കാര്യം ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് മെറ്റൽസ് റിയാക്ട്, അതായത് ബാറ്ററിയിലൊക്കെ എന്താണ് നടക്കുന്നത്? റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ റിയാക്ഷൻ കുറേ കാലം കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെയാണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ തീർന്നതെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ എന്താണ് അവിടെ റിയാക്ഷൻ തുടങ്ങുന്നു, ഒരു സമയത്ത് കഴിഞ്ഞാൽ അത് തീരുന്നു. അതാണ് ജനറൽ ആയിട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ പോകുന്നു. പക്ഷെ ഇക്വിലിബ്രിയം റിയാക്ഷന്റെ പ്രത്യേകത എന്താ അറിയോ? ശരി, നമ്മൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴും, അതായത് നമ്മൾ റിയാക്ഷൻ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ അങ്ങ് തീരും. ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ റിയാക്ഷൻ നടത്തി എന്ന് വിചാരിക്കും. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? റിയാക്ടൻ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? എല്ലാ റിയാക്ടനും റിയാക്ട് ചെയ്ത റിയാക്ഷൻ അവിടെ തീരുവോ? ഇല്ല. എന്താണ്? പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് അങ്ങനെ പുറത്തോട്ട് പോകേണ്ട സെറ്റപ്പ് ഒന്നും ഇല്ല. ആ കണ്ടീഷൻ ആകുമ്പോൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും പ്രഷർ കൊടുത്താലാണ് നമുക്ക് റിയാക്ഷൻ നടന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ആ കണ്ടീഷൻ അങ്ങോട്ട് മാറുന്നില്ല. അതേ കണ്ടീഷൻ, പക്ഷെ റിയാക്ടൻസ് ഒക്കെ തീർന്നു. അപ്പൊ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ആ പ്രൊഡക്റ്റും റിയാക്ടന്റ് ഒരു ഞാണിന്മേൽ കളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കുക. അപ്പൊ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ എന്താണ്? മടുത്ത് ഒറ്റയ്ക്കിരുന്ന് മടുത്തുന്നിട്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? അത് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റിയാക്ഷൻ നടക്കും. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത്തരം റിയാക്ഷൻസിനാണ് നമ്മൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങോട്ടും നടക്കുന്നുണ്ട്, അതുപോലെ ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷേ രണ്ടിന്റെയും സ്പീഡ് ഒരുപോലെ ആയതുകൊണ്ട് എത്രത്തോളം റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്നോ അത്രത്തോളം പ്രൊഡക്റ്റിന് റിയാക്ടന്റ് ആവും. സോ ഇത്ര റിയാക്ഷൻസിനെ പറ്റിയിട്ടും ആ റിയാക്ഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ മാറ്റാമെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന് എൻഡ് എത്തുമ്പോഴേക്കും നിങ്ങൾ പഠിക്കും. സോ അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഈ കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അമോണിയെ പറ്റിയിട്ടും അമോണിയയുടെ എന്താണ് കുറച്ച് പ്രോപ്പർട്ടീസും അമോണിയ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കെമിക്കൽ ഇക്വിലിബ്രിയം ഞാനിപ്പോൾ പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു വിത്ത് ഇടുക. നമ്മൾ ഒരു വലിയ ഒരു ചെടി മരം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളമൊക്കെ നനച്ച് സെറ്റാക്കണം. പക്ഷെ അതിനൊക്കെ മുന്നേ എന്ത് ചെയ്യണം? വിത്ത് ഇടണം അല്ലേ? വിത്ത് നമ്മൾ മണ്ണിൽ നട്ടതിന് ശേഷമാണ് ചെടിയൊക്കെ വളരുന്നത്. സോ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു വിത്ത് ഉണ്ട്, റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. സോ അതും കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. റിവേഴ്സിബിൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചോ. റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് പോസ് ചെയ്തിട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയും നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഐഡിയ ഇല്ലേ, അത് അവിടെ അങ്ങ് എഴുതി വെച്ചേ. ഓക്കെ, നിങ്ങൾ ഇവിടെയും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണരുത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരു പോർഷൻ എത്തുക, ഞാൻ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യും, ഒരു ടീച്ചർ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ആ പോയിന്റ് എത്തുമ്പോൾ അപ്പം പോസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ടീച്ചറിൽ കാണിക്കുന്ന പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇതെനിക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ, എനിക്ക് എന്തെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾ റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് അമോണിയയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലോ, നമുക്ക് അമോണിയയിലേക്ക് തന്നെ ആദ്യം കഥ തുടങ്ങാം. സോ അമോണിയ എന്താണ്? അമോണിയയുടെ ഫോർമുല എന്താണ്? നമ്മൾ പഠിച്ചു എന്താണ് NH3. അപ്പൊ അമോണിയ വെറുതെ ആകാശത്ത് പൊട്ടി മുളക്കും. നമ്മൾ ഈ ആദ്യം തന്നെ ഭൂമിയിൽ ജീവൻ ഉണ്ടായ സമയത്ത് ഈ അമോണിയയും മറ്റ് അമിനോ ആസിഡ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കും. ഓക്കെ, ആ ഡിസ്കഷൻ അല്ല ഞാൻ നടത്താൻ പറ്റും. നമുക്ക് അമോണിയ എങ്ങനെ ഉണ്ടാക്കാം? അമോണിയ ഉണ്ടാവുന്നുണ്ട്, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കമ്പൗണ്ടാണ് അമോണിയ. പക്ഷെ നമുക്ക് അത് മതിയോ? പോരാ. നമുക്ക് എന്ത് വേണം? അമോണിയ നമ്മുടെ ആവശ്യത്തിന്, ഈ വളങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യണം? അമോണിയ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പം ലാബിലൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് ലാബോറട്ടറി പ്രിപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ലാബിലൊക്കെ നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നമുക്ക് ബൾക്കായിട്ട് വലിയ വളങ്ങളൊക്കെ, കിലോ കണക്കിന് വളങ്ങളൊക്കെ ഉണ്ടാകാൻ നമ്മൾ അതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ലാബോറട്ടറി പ്രിപ്പറേഷൻ. പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ നല്ലതാണ്. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അമോണിയയിൽ ഹൈഡ്രജൻ അല്ലേ? നൈട്രജൻ ആരുടെ കൂടെ കമ്പൈൻ ചെയ്യും? ഹൈഡ്രജന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആരുണ്ടാവും? നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള അമോണിയ ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ അല്ലേ?
ഇതിനെ ഞാൻ ബാലൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? N2 + 3H2 gives 2NH3. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അമോണിയ ഉണ്ടാക്കാം. എവിടെ ഉണ്ടാക്കാം? ലാബിലല്ല കേട്ടോ, ഇൻഡസ്ട്രി, വലിയ ഫാക്ടറിയിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുക. ഈ ഒരു പ്രോസസ്സ് ഉണ്ട്, ഇത് കണ്ടുപിടിച്ച ഒരാളുണ്ട്. പുള്ളിയെ നമ്മൾ എന്താ വിളിക്കുക? ഹേബർ എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പൊ ഈ പ്രോസസ്സിന് നമ്മൾ എന്താ വിളിക്കുക? ഹേബർ കണ്ടുപിടിച്ചുകൊണ്ട് ഹേബർ പ്രോസസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഹേബർ പ്രോസസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാ പഠിച്ചത്? പീരിയോഡിക് ടേബിളിന്റെ ആ സമയത്ത് നമ്മൾ ഡി ബ്ലോക്ക് ഒക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിഷൻ എലമെന്റ് ഉണ്ട്? ആര്? അതാണ് അയരൺ അഥവാ Fe എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇവിടെ ആരാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അയരൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹേബർ പ്രോസസ് എന്താണ്? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. N2 + 3H2 gives 2NH3. അതൊക്കെ ഇൻഡസ്ട്രിയലെ, നമുക്ക് ലാബിലാണ് പഠിക്കേണ്ടത്. അപ്പൊ ലാബറട്ടറി പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോവാം. ഇതാണ് ലാബിൽ അമോണിയ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്. കണ്ടോ നിങ്ങൾ? എന്താ ഉള്ളത് ഇവിടെ? നമുക്കൊരു ബൻസൺ ബേണർ ഉണ്ട്. ഈ കത്തിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ബൻസൺ ബേണർ. പക്ഷെ സിമ്പിളി ഞാൻ ബേണർ എന്ന് അവിടെ എഴുതുക. ബേണർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ ആരൊക്കെ ഉണ്ട്? അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡ് NH4Cl CaOH ടോയ്സും ഉണ്ട്. എന്നിട്ട് അതിന് ഇങ്ങനെ തീ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോർക്ക് കൊണ്ട് അടച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോർക്ക് കൊണ്ട് അടച്ചത്? കാരണം അമോണിയ ഒരു ഗ്യാസ് ആണ്. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് അമോണിയ എന്ത് ചെയ്യണം? പുറത്തോട്ടേക്ക് ചുമ്മാ റിലീസ് ചെയ്ത് പോരുത്. നമുക്ക് ഇവനെ പ്രിപ്പയർ ചെയ്യലേ വേണ്ടത്. ചുമ്മാ കളയണോ? വേണ്ട. അപ്പൊ ആ പുറത്തേക്കുള്ള ആ ഒരു പോക്ക് തടയാൻ വേണ്ടിയാണ് നമ്മൾ കോർക്ക് വെച്ചിട്ട് എല്ലാം അടച്ചത്. ഇവിടെ അടച്ചിട്ടുണ്ട്, ഇവിടെ അടച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ്. എന്നിട്ട് ഈ ഒരു ടെസ്റ്റ് ട്യൂബ്, അതായത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത ടെസ്റ്റ് ട്യൂബ് പുറത്തോട്ട് ട്യൂബ് പോകുന്നുണ്ടോ? പോയി. ആ ട്യൂബ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഡ്രൈയിങ് ടവറിൽ വന്നിട്ടുണ്ട്. ഡ്രൈയിങ് ടവർ. അവിടെ നിന്നിട്ട് അവിടെ ഒരു കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്ന കമ്പൗണ്ട് എന്ത് ചെയ്ത് അവിടെ ഫിക്സ് ആക്കിയിട്ട് കുറേ എണ്ണ അലുമിനിയം മൂലം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യും? ഇതിലൂടെ പോയി പിന്നെയും കോർക്ക് അടച്ചു വെച്ചാൽ അതിലൂടെ ഒരു ട്യൂബിലൂടെ പോയിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ജാറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു ടെസ്റ്റ് ട്യൂബ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇൻവേർട്ടഡ് വെച്ചൊരു ടെസ്റ്റ് ട്യൂബിലോട്ട് അവസാന ഇതായി പൈപ്പ് വന്നിട്ട് കയറുന്ന ഇതിലൂടെ റിലീസായിട്ട് നമുക്ക് ഇവിടെ കളക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് സെറ്റപ്പ്. അപ്പൊ സെറ്റപ്പ് ഏകദേശം റെഡി ആയിട്ടല്ലോ. ഇനി നമുക്ക് ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ വീഡിയോയിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നമ്മളെല്ലാ സെറ്റപ്പ് ഒക്കെ കണ്ടോ? സെറ്റപ്പ് പോലെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ആരെടുത്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു, ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. ഹീറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഒരു സാധനമുണ്ട്. ഇത് എവിടെ കളക്ട് ചെയ്യും? ഒരു ഡ്രൈയിങ് ചേമ്പർ, അതാണ് ശോഷക സ്തംഭം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഡ്രൈയിങ് ചേമ്പറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അവസാനം ഒരു ജാറിൽ കളക്ട് ചെയ്യും. നമ്മൾ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് അമോണിയം കാൽസ്യം ക്ലോറൈഡും വാട്ടറും ഉണ്ടാവും. അപ്പൊ കണ്ടോ, ഗ്യാസ് ഇതായി ട്യൂബിലൂടെ പോയി നമ്മൾ ഡ്രൈയിങ് ചേമ്പറിലെത്തി. അവിടെ കാൽസ്യം ഓക്സൈഡിന്റെ ഉള്ളിലൂടെ പോയി, പിന്നെയും ഗ്യാസ് പുറത്തോട്ട് വന്നു. ഇവിടെ ട്യൂബിലൂടെ അങ്ങോട്ട് പോയി, താഴോട്ട് പോയി, ചിരിഞ്ഞിങ്ങനെ പോയി. അവസാനം നമ്മൾ ഇൻവേർട്ടഡ് ആയി വെച്ച ആ ഒരു ഗ്യാസർ അഥവാ ടെസ്റ്റ് ട്യൂബിലോട്ട് ഗ്യാസ് ഇങ്ങനെ റിലീസായി. അപ്പൊ റിയാക്ഷൻ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മുടെ ഡിസ്കഷൻ എന്താണ്? ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിനുശേഷം എന്ത് നടക്കുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി എന്താ നടക്കുക? ഇനി നമുക്ക് ആ റിയാക്ഷൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കാലോ. എന്താണ്? NH4Cl + CaOH twice gives CaCl2 2H2O + 2NH3. ഇതാണ് അതിന്റെ റിയാക്ഷൻ. അപ്പൊ റിയാക്ഷൻ മാത്രം അറിഞ്ഞാൽ പോലും. നമ്മൾ എന്താണ്? ആദ്യത്തെ രണ്ട് ആൾക്കാർ ആരാണ്? സോളിഡ് ആണേ. പിന്നെന്താണ്? നമ്മുടെ അമോണിയ ഗ്യാസ് ആണ്. ഇവിടെ വാട്ടറും ഗ്യാസ്, കാരണം ചൂടാക്കിയിട്ടില്ല, ഗ്യാസ് ആയിട്ടാണ്. പക്ഷെ കാൽസ്യം ക്ലോറൈഡ് എന്തായിരിക്കും? അതവിടെ സോളിഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്താണ്? നമ്മൾ ആ ഹീറ്റ് ചെയ്തല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ അവിടെ തന്നെ കുറച്ച് കാൽസ്യം ക്ലോറൈഡ് അവിടെ നിൽക്കും. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങളെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ സെറ്റപ്പ് ഒക്കെ കണ്ടു, ഓക്കെ മനസ്സിലായി. സാർ ചോദിക്കും, സാർ നിങ്ങൾ മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലായി സാർ, അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഡ്രൈയിങ് ചേമ്പർ ഉണ്ട്, ഇൻവേർട്ടർ ടെസ്റ്റ് ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് നമുക്ക് അറിയണ്ടേ? അറിയണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ആ റിയാക്ഷൻ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഒരു ഡ്രൈയിങ് ടവർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഈ ഡ്രൈയിങ് ടവറിൽ ആരുണ്ട്? കാൽസ്യം ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ഈ കാൽസ്യം ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കാൽസ്യം ഓക്സൈഡ് ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. കാൽസ്യം ഓക്സൈഡ് എന്താണ്? ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ ഒരു പർട്ടിക്കുലർ ഏത് സാധനത്തിന് ഡ്രൈയിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിലുള്ള വാട്ടർ മോയ്സ്ചറിനെ അത് അബ്സോർബ് ചെയ്യും. നമ്മളിപ്പോൾ സ്പോഞ്ചൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മളിപ്പം നിലത്ത് കുറച്ച് വെള്ളമൊക്കെ വീണു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ക്രീനിലോ വെള്ളം വീണു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം വീണു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്പോഞ്ച് പോലത്തെ സാധനങ്ങൾ വെച്ച് വെള്ളം ഒപ്പി 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 എടുക്കും. എന്തിനാണ്? വെള്ളം കൂടുതൽ പോകാതിരിക്കുക, അതിലിങ്ങനെ അബ്സോർബ് ചെയ്യും സ്പോഞ്ചൊക്കെ, അല്ലേ? അപ്പൊ ഇവിടെയും നമ്മുടെ കാൽസ്യം ഓക്സൈഡ് ചെയ്യുന്നത് ആ അബ്സോർപ്ഷൻ പോലത്തെ ഒരു പരിപാടിയാണ്. എന്താ ചെയ്യുന്നത്? കാൽസ്യം ഓക്സൈഡ് നമ്മളൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ആ ചുറ്റുപാടുള്ള വാട്ടർ മോയിറ്റി, അതായത് വാട്ടർ മോയ്സ്ചറിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? നമ്മളിപ്പം
ഈ ചേംബർ നിങ്ങൾ കണ്ടപ്പോൾ അതിൽ കണ്ടു എന്താണ്, ഒരു പർട്ടിക്കുലർ ട്യൂബിലൂടെ പോയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, കാൽസ്യം, അതായത് ഡ്രൈയിങ് ടവറിലൂടെ കാൽസ്യം ഓക്സൈഡിലൂടെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗ്യാസ് എങ്ങോട്ട് പോകുന്നത്, ഈ ട്യൂബിലൂടെ പുറത്തോട്ട് പോകുന്നത് അല്ലേ. അപ്പം ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും, ഈ NH3 കൂടെ നമ്മൾ റിയാക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഓക്കെ, ഈ റിയാക്ഷൻ നടന്നപ്പോൾ എന്തുണ്ട്, ഇതിന്റെ കൂടെ വാട്ടറും ഉണ്ട്. അപ്പം വാട്ടറിന്റെ പ്രത്യേകത എന്താണ്, NH3 ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് വാട്ടറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം അടയും ചക്കരയും പോലെ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ആൾക്കാരാണ് ഈ അമോണിയം വാട്ടറും. ഇവിടെ വാട്ടർ ഉണ്ടോ അപ്പൊ തന്നെ അമോണിയ വാട്ടറുമായി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറൊരാളെ കിട്ടും, NH4OH. അപ്പൊ നമ്മുടെ അമോണിയ കിട്ടാതായി, പകരം ആരെ കിട്ടി, അമോണിയം ഹൈഡ്രോക്സൈഡ്. പക്ഷെ നമുക്ക് ഇതാണോ വേണ്ടത്, അല്ല, നമുക്ക് അമോണിയ ഗ്യാസ് തന്നെ വേണം. അപ്പൊ ഈ അമോണിയം വാട്ടറും കൂടി കമ്പൈൻ ചെയ്തായിരിക്കാൻ വേണ്ടി നമ്മളെ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും, ഈ വാട്ടർ മോളിക്യൂളിൽ അങ്ങ് പിടിക്കും, കൊളുത്തിട്ട് പിടിച്ചിട്ട് വാട്ടർ മോളിക്യൂൾ ആരുടെ കൂടിയാവും, കാൽസ്യം ഓക്സൈഡിന്റെ കൂടെയോ. അപ്പൊ ഫ്രീ ആയിട്ട് ആരാ ഉള്ളത്, അമോണിയ വരുമല്ലോ. ആ ഫ്രീ അമോണിയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബിലൂടെ പോയിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഈ ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നു. ഇനി ചോദ്യം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇൻവേർട്ടഡ് ആയി വെച്ചത്, എന്തുകൊണ്ടാണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മക്കളെ, നമ്മൾ അമോണിയ എന്ന് പറഞ്ഞ ഇതിന്റെ ഡെൻസിറ്റി ഉണ്ടല്ലോ, നമ്മുടെ വാട്ടറിനേക്കാളും, വാട്ടർ എന്ന് പറഞ്ഞ എയറിനേക്കാളും വളരെ കുറവാണ്. ഡെൻസിറ്റി എന്താണ്, ഡെൻസിറ്റി വളരെ കുറവാണ്. ആരുടെ, അമോണിയയുടെ. അമോണിയ ഡെൻസിറ്റി എന്താണ്, വളരെ കുറവാണ്. ഡെൻസിറ്റി ഈസ് വെരി ലെസ്. ആരെക്കാളും കുറവാണ്, എയറിനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമോണിയ ഇൻവേർട്ടഡ് ടെസ്റ്റ്, ഇൻവേർട്ട് ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. എന്താണ്, ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ എപ്പോഴും മുകളിലോട്ട് പോകാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻവേർട്ട് ചെയ്ത് വെച്ചാൽ എന്താണ്, അവൻ അവിടെ മുകളിൽ അവിടെ പൊട്ടി താഴെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻഡാണല്ലോ, അവിടെ അങ്ങനെ നിന്നോളും. എയർ അതിന്റെ മുകളിലോട്ട് പോകുന്നൊരു പേടി വേണ്ട. അപ്പൊ അമോണിയ നമുക്ക് നല്ല വൃത്തിക്ക് ആ ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് രണ്ട് റീസൺസ്. ഡ്രൈയിങ് ടവർ എന്തിനാ, ഇത് മുന്നേ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഡ്രൈയിങ് ടവർ എന്തിനാ ഉപയോഗിക്കുന്നത്, അതായത് അമോണിയ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആരുടെ കൂടെ, അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടി ചേർന്നിട്ട് അമോണിയ പ്രിപ്പയർ ചെയ്യുമ്പോൾ അമോണിയയിലുള്ള വാട്ടർ മോയ്സ്ചറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡ്രൈയിങ് ടവർ ഉപയോഗിക്കുന്നത്. ഈ ഡ്രൈയിങ് ടവറിൽ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ് ആരാ മക്കളെ, ആ ഡ്രൈയിങ് ഏജന്റ് ആണ് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും, വാട്ടർ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും, നമുക്ക് ഫ്രീ ആയിട്ട് അമോണിയ കിട്ടും. ഈ അമോണിയ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും, ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യും. എന്തിനാണ് ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നത്, അമോണിയയുടെ ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ അമോണിയയുടെ സ്മെൽ എന്താ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ സ്മെല്ല് ചെയ്തിട്ടുണ്ടാവും, ഇല്ലാതിരിക്കും. അമോണിയ സ്മെല്ല് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ അമോണിയ ആയിട്ടല്ല നിങ്ങൾ സ്മെല്ല് ചെയ്യുക. എന്താണ്, ഞാൻ പറഞ്ഞു, അമോണിയ ഫ്രീ ആയിട്ട് നമ്മുടെ എയറിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അമോണിയ അവിടെ വെറുതെ നിൽക്കില്ല. നമ്മുടെ എയറിൽ എന്തായാലും വാട്ടർ മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ അമോണിയ വാട്ടർ മോയ്സ്ചറിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും, ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന പഹയനെ കിട്ടും. അപ്പൊ ഈ പഹയൻ എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിൽ അവന്റെ സ്മെൽ എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ സ്മെല്ല് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ക്ലീൻ ആക്കാത്ത ചില ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചില സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ചില സ്ഥലത്തൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കുള്ള വളരെ വൃത്തികെട്ടൊരു സ്വഭാവമുണ്ട്. എന്താണ്, പല സ്ഥലത്തും പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ വഴിയിലൊക്കെ കാണുന്ന വല്ല മതിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ഒഴിഞ്ഞ സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടെ ആഹാ ഇത് നമുക്ക് യൂറിൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, അപ്പൊ യൂറിൻ പാസ് ചെയ്ത് അപ്പൊ ആ ഒരു സ്മെല്ലില്ലേ, യൂറിന്റെ ഒരു മൂക്കിൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലില്ലേ, ഏകദേശം അതുപോലത്തെ ഒരു സ്മെല്ലാണ് നമുക്ക് ആർക്കുള്ളത്, അമോണിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ അമോണിയയുടെ സ്മെൽ. അപ്പൊ എന്താണ്, ഒരു പഞ്ചന്റ് ആയിട്ടുള്ള സ്മെല്ലാണ്, മൂക്കിൽ ഇങ്ങനെ കുത്തി കയറുന്ന ഒരു പഞ്ചൻ സ്മെല്ലാണ് അമോണിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി. പിന്നെ നമ്മളിപ്പോൾ ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണ്, അമോണിയയുടെ ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പൊ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തു. എന്താണ്, പഞ്ചൻ സ്മെൽ, പിന്നെ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അമോണിയയുടെ പ്രിപ്പറേഷൻ നമ്മൾ ഏകദേശം കണ്ടു, അതിൽ നിന്ന് പ്രോപ്പർട്ടിയും കണ്ടു. പക്ഷേ നമുക്ക് ഇനി കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ചുകൂടി എക്സ്പെരിമെന്റ്സ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്തു നോക്കാം. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ നേരത്തെ പോലെ നമ്മൾ ഇൻവേർട്ടഡ് കാര്യങ്ങൾ എടുക്കുന്നത്. കാരണം എന്തിനാ നമ്മൾ ഇൻവേർട്ട് എടുക്കുന്ന, ഒറ്റ ഐഡിയ ഉള്ളൂ, അല്ലെങ്കിൽ അമോണിയ നേരെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് അതിന്റെ പാട്ടിനങ്ങ് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇൻവേർട്ടഡ്, ഇവിടെയും അതിന്റെ സെറ്റപ്പ് എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരു ഇൻവേർട്ടഡ് ആയി വെച്ച ഒരു കോണിക്കൽ ഫ്ലാസ്ക്, കോണിക്കൽ അല്ല റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്താണ്, ഒരു കോർക്കട്ട് അടച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഇതിലൂടെ സിറിഞ്ച് വഴി വാട്ടർ ഇങ്ങനെ അകത്ത് കയറ്റുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. വാട്ടർ എന്ത് ചെയ്യുക, റൗണ്ട് ബോട്ടം കോണിക്കൽ ഫ്ലാസ്കിൽ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണോ, അല്ല, ഈ ഒരു റൗണ്ട് ബോട്ടം കോണിക്കൽ ഫ്ലാസ്കിൽ ആരുണ്ട്, അമോണിയ ഗ്യാസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ താഴെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്തു, ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ ആരാ മക്കളെ, ഫിനോഫ്തലിൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിനോഫ്തലിൻ ഒരു pH ഇൻഡിക്കേറ്റർ ആണ്. pH ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ,
ലിറ്റ്മസ് പേപ്പർ എന്താ ചെയ്യുന്നത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ബേസ് അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയും, അല്ലേ? അതുപോലെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്ന സബ്സ്റ്റൻസിനെ, ലിക്വിഡ്സിനെ നമ്മൾ എന്ത് പറയും? ആസിഡ്സ് എന്ന് പറയും, അല്ലേ? അതായത് ബ്ലൂ ടു റെഡ്, റെഡ് ടു ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ഐഡന്റിഫിക്കേഷൻ അതൊരു pH ഇൻഡിക്കേറ്റർ ആയതുകൊണ്ടാണ്. ഫിനോഫ്തലിനും അതുപോലെ തന്നെ ഒരു സ്വഭാവമുണ്ട്. ഫിനോഫ്തലിൻ ആൽക്കലി അല്ലെങ്കിൽ ബേസ് കമ്പൗണ്ടുമായി ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? അതിന്റെ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആവും. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് മാറും. അപ്പം നമുക്ക് എന്ത് പിങ്ക് ഷെയ്ഡ് ആവുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാവും? അത് ഒരു ബേസ് ആണെന്ന് മനസ്സിലാവും. അപ്പം നമ്മളൊരു വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടേ, വാട്ടറിൽ എന്താണ്? ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിലുള്ള ഒരു ട്യൂബ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കോർക്കിന്റെ ഉള്ളിലൂടെ പോയി നമ്മുടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ ഉള്ളിലുണ്ട്. അപ്പം ഒരു ഫൗണ്ടൻ എക്സ്പെരിമെന്റ് ആണ് നടത്താൻ പോകുന്നത്. ഇപ്പം ചിത്രം കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ കാണണം. പക്ഷേ ഈ എക്സ്പെരിമെന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നമുക്ക് വിചാരിച്ച പോലെ ഈ അമോണിയ ഗ്യാസ് ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് ഒരു റൺ ബോട്ടം ഫ്ലാസ്കിൽ എടുക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എളുപ്പമുള്ള വഴി എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസി ആയിട്ട് നമ്മുടെ ചുറ്റുമുണ്ട്. അതുപോലെ അത് ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആണ്. ആ ലിക്വിഡ് ഫോമിൽ എന്താണ്? അമോണിയ പുറത്തേക്ക് പോവില്ല. കാരണം അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ അമോണിയ എടുക്കുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്ത് അമോണിയം വാട്ടർ കൂടി മിക്സ് ആക്കിയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എക്സ്പെരിമെന്റ് തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് നേരത്തെ കണ്ടാവില്ല, അതിൽ നമ്മൾ കുറച്ച് ആരെ ആഡ് ചെയ്തു? അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടോ, അതവിടെ ആഡ് ചെയ്തു. പരിപാടികളൊക്കെ സെറ്റപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു ബീക്കർ എടുത്തു. ആ ബീക്കർ നമ്മൾ ആര് ആഡ് ചെയ്തു? കുറച്ച് ഡ്രോപ്പ് ഫിനോഫ്തലിൻ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഇതാ മറ്റേ കോർക്കൊക്കെ അടച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തു. എവിടെ കണക്ട് ചെയ്തു? ഇതാ ഒരു വാട്ടറിൽ സംഭവം കണക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പൊ എന്താ ചെയ്തത്? ഇതാ ഇവിടെ നമ്മൾ എടുത്തു, അതിനെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ എടുത്തു. എന്നിട്ട് ഇത് കണ്ടോ, അവിടെ കണക്ട് ചെയ്ത് വെച്ചു. കണ്ടോ, കുത്തി വെച്ചു. എന്നിട്ട് അത് എങ്ങോട്ടാ കുത്തി വെച്ചേ? ഒരു വാട്ടർ, അതായത് ഫിനോഫ്തലിൻ ഒട്ടിച്ച വാട്ടർ വെച്ച ബീക്കറിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ തന്നെ നിങ്ങൾ കണ്ടോ, മുകളിലോട്ട് വാട്ടർ പോകാൻ തുടങ്ങി. ഇതാ അവിടെ ഫൗണ്ടൻ തുടങ്ങി. ഡിങ് ഡിഗ ഫൗണ്ടൻ കണ്ടു. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ബേസിക്കലി നടക്കുന്നത്? ഓക്കെ, അതാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പൊ അതിന് നമുക്ക് പിന്നിലത്തെ സ്ലൈഡിൽ ഒന്നുകൂടി പോവാം. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇല്ലേ, അമോണിയം ഹൈഡ്രോക്സൈഡ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. നമ്മൾ ഈ ബീക്കറിൽ എടുത്തു, റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എടുത്തു. അവിടെ ആരുണ്ട്? അമോണിയ ഗ്യാസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അമോണിയ നമ്മൾ പറഞ്ഞു എന്താണ്? ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ഡെൻസിറ്റി കുറവാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്താണ്? അമോണിയയുടെ പ്രഷർ ഉണ്ടല്ലോ, പ്രഷർ കുറവാണ്. ഓക്കെ, പ്രഷർ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ട്യൂബ് കണ്ടോ? ആ ട്യൂബിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ ആ ട്യൂബിന്റെ രണ്ട് എൻഡ് നിങ്ങൾ നോക്കിയേ. ഒരെൻഡ് എവിടെയുള്ള റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലും മറ്റേ എൻഡ് വാട്ടറിലും ഉള്ളത്. രണ്ട് സ്ഥലത്തും സെയിം പ്രഷർ ആണോ? ഒരിക്കലും അല്ല. നമ്മുടെ വാട്ടറിലുള്ള പ്രഷർ ആയിരിക്കും അമോണിയ ഉള്ള സ്ഥലത്തല്ല. അമോണിയ പ്രഷർ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് എപ്പോഴും സബ്സ്റ്റൻസ്, അതായത് പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്ന പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. എന്തിനാണ്? പ്രഷർ എല്ലാ സ്ഥലത്തും ഒരുപോലെ വേണ്ടേ? ഒരു സ്ഥലത്ത് പ്രഷർ കുറവായി കഴിഞ്ഞാൽ പ്രഷർ അടിച്ചങ്ങോട്ട് കയറും. ഓക്കെ, ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ വല്ല അടച്ചുപൂട്ടിയ മുറിയിൽ എങ്ങനെ കുറച്ച് സമയം ഇടുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ വാതിൽ തുറന്ന് ചെറിയൊരു കാറ്റടിക്കുന്ന പോലെ തോന്നില്ലേ? എന്താണ്? ആ പ്രഷർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ആ പ്രഷർ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങും. നമ്മളിപ്പോൾ അടച്ചു വെച്ച ബോട്ടിൽ, അതായത് ഈ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നില്ലേ, അതായത് നമ്മൾ സ്പ്രൈറ്റോ അല്ലെങ്കിൽ മിറിൻഡയോ അല്ലെങ്കിൽ 7up ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ ബോട്ടിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബസ്സിങ് സൗണ്ടോട് കൂടി പുറത്തേക്ക് ഫ്യൂംസ് വരുന്നതാണെന്നില്ലേ? എന്താ കാരണം അതിന്? അതെന്ന് വെച്ചാൽ ഉള്ളിൽ ഹൈ പ്രഷർ ആയിട്ട് അതിനെ അമർത്തി വെച്ചേക്കുക. സോഡയൊക്കെ പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് വരുന്നില്ലേ? എന്താ കാരണം? ഹൈ പ്രഷർ ആയിട്ട് അതിനുള്ളിൽ അമർത്തി വെച്ചേക്കുക. പുറത്താണെങ്കിൽ പ്രഷർ കുറവാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ തുറന്നപ്പോൾ എന്തായി? ഹൈ പ്രഷറിൽ ഇരിക്കുന്ന അതിൽ എയർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ ബബിൾസ് ആയിട്ടും ഫോം ആയിട്ടൊക്കെ കാണുന്നത്. ഇവിടെയും അതേ സംഭവം നടക്കുന്നത്. എന്താണ്? ഹൈ പ്രഷർ ആയിട്ടുള്ള വാട്ടറിലെ കിടക്കുന്ന വാട്ടർ എന്ത് ചെയ്യും? മുകളിൽ നോക്കുമ്പോൾ എന്താണ്? അവിടെ ലോ പ്രഷർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് മുകളിലോട്ട് പോയി അവിടെ എത്തുമ്പോൾ എന്താണ് കാണുന്നത്? നമ്മൾ ഫിനോഫ്തലിൽ ഉള്ളത്, ഫിനോഫ്തലിൻ അടങ്ങിയിട്ട് മുകളിൽ എത്തുമ്പോൾ ഫിനോഫ്തലിൻ നോക്കുമ്പോൾ അയ്യോ ഇവിടെ ഒരു ബേസ് ആണല്ലോ എന്ന് കാണും. അപ്പൊ എന്ത് ചെയ്യും? പിങ്ക് കളർ ആയിട്ടുള്ള എന്ത് കാണുന്നു? പിങ്ക് കളർ എന്തുകൊണ്ട് വരുന്നു? നമ്മൾ ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉള്ളത്. അതെന്താണ്? അതൊരു ബേസ് ആണ്. അപ്പൊ ബേസ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ പിങ്ക് കളറുള്ള ഒരു ഫൗണ്ടൻ കാണുന്നത്. ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ കണ്ടത്? നമ്മുടെ അവസാനം എത്തുമ്പം അവിടെ ഒരു പിങ്ക് കളറുള്ള ഫൗണ്ടൻ കണ്ടോ? 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 വാട്ടർ മുകളിലോട്ട് പോയി പ്രഷർ കുറഞ്ഞ സ്ഥലത്തെത്തി ഡിം. അവിടെ ഒരു പിങ്ക് കളറുള്ള ഒരു ഫൗണ്ടൻ ആണ് പോകുന്നത്. പിങ്ക് കളറിൽ വാട്ടർ ഒറ്റയടിക്ക് അതിൽ പോയി ഫിനോഫ്തലിൻ മുകളിൽ പോയി അമോണിയം ഹൈഡ്രോക്സൈഡ് കമ്പൈൻ ചെയ്തിട്ട് പിങ്ക് കളർ ഉണ്ടാവുന്നു. അപ്പൊ അതെന്താ കാണിക്കുന്നത്? ഒരു ബേസിക് നേച്ചറുള്ള ആളാണ് ആര്? അമോണിയ എന്ന് നമുക്ക് മനസ്സിലായി ഇതിലൂടെ. ഓക്കെ,
ഈ പിങ്ക് കളർ എന്തിനാണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് എന്തിനാണ്? നമുക്ക് അമോണിയ ബേസ് ആണോ ആസിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത്. നമുക്ക് വെറുതെ സ്മെല്ല് ചെയ്തുകൊണ്ടോ ടെസ്റ്റ് ചെയ്തുകൊണ്ടോ ആസിഡ് എന്ന് പറയാൻ പറ്റുമോ? ചിലതിന് അറിയാൻ പറ്റും, പക്ഷെ കൂടുതൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടല്ലോ തട്ടിപ്പോവും. അപ്പൊ എപ്പോഴും നമുക്ക് ജീവൻ മുന്നിൽ വെച്ചിട്ട് കളിക്കാൻ നിൽക്കണം, ജീവനെ തൽക്കാലം നമുക്ക് പിന്നിൽ വെച്ചിട്ട് നമുക്ക് ജീവനോടെ കളിക്കാൻ പറ്റുന്ന പരിപാടി നോക്കാം. അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഫിനോഫ്തലിനോട് കമ്പൈൻ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള അമോണിയ ഒരു പിങ്ക് കളർ സൊല്യൂഷൻ ഫോം ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് അമോണിയ ഇസ് ബേസിക് ഇൻ നേച്ചർ. അമോണിയ ഹൈഡ്രോക്സൈഡ് ആണ്, പക്ഷെ അതിലുള്ള അമോണിയ ഗ്യാസ് കൊണ്ടാണ് നമുക്ക് ബേസിക് നേച്ചർ കിട്ടിയത്. പിന്നെന്താണ്, ഇതിന് വാട്ടറിൽ നല്ല സോലിബിലിറ്റി ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഈവൻ വാട്ടറിനെ എവിടെ കണ്ടാലും കയറി അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്, വളരെ ഹൈ സോലിബിലിറ്റി ആണ് അല്ലേ, ലോ ഒന്നല്ല, നല്ല ലെവൽ സോലിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അമോണിയ എന്താണ്, നന്നായി സോലിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഇവിടെ കണ്ടതൊക്കെ കണ്ടു. എന്താണ് അമോണിയയുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി? അത് കളർലെസ് ആണ്, കളർ ഒന്നുമില്ല. അത് വളരെ ട്രാൻസ്പെറന്റ് ആയി കാണുന്ന ഒരു ഗ്യാസ് ആണ്. അത് ലിക്വിഡ് ഫോമിൽ നമ്മൾ അമോണിയ ഹൈഡ്രോക്സൈഡ് എടുത്താലും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്ലീൻ ലിക്വിഡ് ആണ്, കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. പിന്നെ പഞ്ചൻ സ്മെല്ലുണ്ടെന്ന് നമ്മൾ കണ്ടു. ബേസിക് നേച്ചർ ആണ്, നമ്മൾ ലാസ്റ്റ് ഫൗണ്ടൻ എക്സ്പെരിമെന്റിൽ പഠിച്ചു. ഹൈ സോലിബിലിറ്റി ആണ്. പിന്നെ എന്താണ്, ഡെൻസിറ്റി ലെസ് ദാൻ ആണ്. നമ്മളിപ്പോൾ പഠിച്ച എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? കളർലെസ് മാത്രമേ നിങ്ങൾ പുതിയതായിട്ട് കണ്ടിട്ടുണ്ടാവും, ബാക്കി എന്താണ്, ആ വൃത്തികെട്ട സ്മെല്ല്. ഓക്കെ, പിന്നെ ബേസിക് നേച്ചർ ഇവിടെ ഫൗണ്ടൻ എക്സ്പെരിമെന്റ് കണ്ടു. സോലിബിലിറ്റി കൂടുതലാണ്, അടയും ചക്കരയും പോലെയാണ് അമോണിയം വാട്ടറും. ഇവിടെ കണ്ടു, ഇവിടെ അമോണിയ ഉണ്ടോ അവിടെ സന്തോഷം, എവിടെ അമോണിയം വാട്ടർ ഉണ്ടോ അവിടെ സന്തോഷം എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അവ രണ്ടും കൂടി ചേർന്നിട്ട് ഷടപടലം ക്രിയേഷൻ ആണ്. പിന്നെ ഡെൻസിറ്റി കുറവാണ് അല്ലേ, നമ്മൾ ഇൻവേർട്ട് ടെസ്റ്റ് ട്യൂബിലൊക്കെ കളക്ട് ചെയ്തൊക്കെ കണ്ടു. അപ്പൊ അമോണിയയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടു. ഓക്കെ, എന്നാ പിന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. വെൻ an ammonia tanker leaks, water is sprayed to reduce its intensity. അതായത് അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കർ ഇൻ കേസ് ലീക്ക് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവിടെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മൾ ഈ സോലിബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. എന്താണ്, അമോണിയ അതായത് NH3 ഈസ് ഹൈലി സോലിബിൾ. എന്താണ്, ഹൈലി സോലിബിൾ ഇൻ വാട്ടർ. അപ്പൊ സോല്യൂബിൾ ആയ എന്താണ്, ഗ്യാസ് പിന്നെ അവിടെ വെറുതെ നിൽക്കില്ല, എല്ലാ ഗ്യാസ് മോളിക്യൂൾസും വാട്ടറുമായി കമ്പൈൻ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, വാട്ടർ അതായത് സോലിബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ ഈസ് ഹൈ. സോ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എന്താണ് അതിന്റെ ഇന്റൻസിറ്റി, അതായത് ഈ ഗ്യാസ് സ്പ്രെഡ് ചെയ്യുന്ന കുറയും. കാരണം എന്താണ്, എല്ലാ ഗ്യാസും വാട്ടറായിട്ട് കമ്പൈൻ ചെയ്യുമല്ലോ, ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടാണ്. അതായത് മോയ്സ്ചറായി കമ്പൈൻ ചെയ്യും, പക്ഷെ നമുക്കത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ സ്പ്രേ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാണ്, അമോണിയ വാട്ടറിൽ സോലിബിൾ ആവും, അമോണിയം ഹൈഡ്രോക്സൈഡ് ആവും. സോ അതിന്റെ ഇന്റൻസിറ്റി കുറവും, അതിന്റെ പോയിസണിക് നേച്ചർ ഒക്കെ കുറഞ്ഞ ആളൊന്ന് അടങ്ങും. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയല്ലോ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം എന്ത് ചെയ്യണം, reduced intensity. Why? Because ammonia is highly soluble in water. So due to this reason, the spread gas of ammonia will get dissolved in the water and its intensity will be reduced. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ആ ഐഡിയ മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, ഇതേ വേർഡ് തന്നെ വേണ്ട, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി അമോണിയയുടെ കുറച്ച് യൂസസ് ഒക്കെ നമുക്ക് നോക്കാം. എവിടേക്ക് വെറുതെ ഇങ്ങനെ അമോണിയ ഞാൻ പറഞ്ഞു, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ലാബിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്തിനാണ്? ആവശ്യമുണ്ടല്ലോ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും യൂറിയ. ഇവരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഐസ് പ്ലാന്റ്സ്, ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ട്, ഐസ് ഒക്കെ ഉണ്ടാക്കുന്ന പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐസ് ക്യൂബിൽ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്, അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ക്ലീനിങ് പർപ്പസിന് വേണ്ടി അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ടല്ല, കുറച്ച് ഡൈല്യൂട്ട് ആക്കിയിട്ട് അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. ഡൈല്യൂട്ട് ആക്കുക വെച്ചാൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക. ഇപ്പൊ ഡൈല്യൂട്ട് ചെയ്യാൻ ക്ലീനിങ് ടൈൽസ് ആൻഡ് വിൻഡോ പെയിൻ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രിക് ആസിഡിന് മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്, നൈട്രിക് ആസിഡിൽ നൈട്രജൻ ഉണ്ടല്ലോ. നൈട്രജൻ കിട്ടാനുള്ള ഏറ്റവും സൂപ്പർ സോഴ്സ് ആരാണ്? അമോണിയാണ്. നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് പോയിസണസ് ആയതുകൊണ്ട് അമോണിയ അത്ര പോയിസണസ് അല്ലാത്തതുകൊണ്ട് അമോണിയ ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വേസ്റ്റ് വാട്ടറിൽ എന്താണ്, നമുക്ക് വാട്ടറല്ലേ വേണ്ടത്, വാട്ടറുമായിട്ട് അമോണിയ എന്തായാലും റിയാക്ട് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഒക്കെ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്, റയോൺ, പെയിന്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ മാനുഫാക്ചറിന് വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്, അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അമോണിയയുടെ യൂസ് ഒക്കെ മനസ്സിലായോ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്, റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പ്ലാസ്റ്റിക്, റയോൺ, പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിന് കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അമോണിയയുടെ യൂസ് ഒക്കെ ഏകദേശം ഒരു മനസ്സിലായല്ലോ. ഇനി അമോണിയയുടെ ഒരു പ്രധാനപ്പെട്ട കമ്പൗണ്ട് നമുക്ക് പഠിക്കാം. അതാണ് അമോണിയം ക്ലോറൈഡ് അഥവാ NH4Cl. NH4Clന്റെ പല പല പ്രോപ്പർട്ടീസ്
ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന്റെ ചെറിയൊരു ടീച്ചറും കൂടി നമ്മൾ പറയും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടേ? എക്സ്പെരിമെന്റ്, നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഒരു ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാവും. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണം മെറ്റീരിയൽസ് വേണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യണം അല്ലേ? അപ്പൊ എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുന്നു, പിന്നെ അതിന്റെ ഒബ്സർവേഷൻ എടുക്കുന്നു, അവസാനം അതിനൊരു നിഗമനം അഥവാ ഇൻഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെയാ വേണ്ടത്? ഒരു ടെസ്റ്റ് ട്യൂബ് വേണം, ഒരു ബെൻസം ബേണർ വേണം, ചൂടാക്കണ്ടേ? ചൂടാക്കുന്നു, അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, കൂടെ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ടുണ്ട്. റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തിനാ ഉപയോഗിക്കുന്നത്? അത് ബേസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ. ആസിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കും. അപ്പൊ ഇത് ബേസിക് നേച്ചർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുക. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്. ആരാ എടുത്തത്? അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബൻസൺ ബേർണർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ തൽക്കാലം റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബൻസൺ ബേർണർ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പൊ എന്താ ചെയ്യുക? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു സ്ട്രിപ്പ്, അതായത് ലിറ്റ്മസ് പേപ്പറിന്റെ സ്ട്രിപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഒരു റെഡ് ലിറ്റ്മസ് പേപ്പറിന്റെ ഒരു സ്ട്രിപ്പ് നമ്മൾ ഇതിന്റെ മുഖത്ത്, അത് ഓപ്പണിങ്ങിൽ കാണിക്കും. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ് കേട്ടോ. എക്സ്പെരിമെന്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് എടുത്തു, ബൻസൺ ബേർണർ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അതിനെ മുകളിൽ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യും. എന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി ഒബ്സർവ് ചെയ്യും. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ്. അപ്പൊ ഒബ്സർവേഷൻ എന്താ? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താവുന്നു? ബ്ലൂ കളർ കാണിക്കുന്നു. അതാണ് എക്സ്പെരിമെന്റ് നടന്നത്. റിസൾട്ട്, അതായത് നമ്മൾ ലിറ്റ്മസ് പേപ്പറിന്റെ കാര്യമാണ് നോക്കുന്നത്, അവിടെ എന്താണ്? അത് ബ്ലൂ ആയി. അതുപോലെ തന്നെ വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇതിന്റെ സൈഡിലൊക്കെ കുറച്ചൊരു വൈറ്റ് കളറിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അത് പക്ഷേ അമോണിയം ക്ലോറൈഡിന്റെ ഏകദേശം അതുപോലെ തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വ്യത്യാസം തോന്നില്ല. പക്ഷെ ഇത് നല്ല വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ, അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീറ്റ് നമ്മൾ എങ്ങനെയാ? ഡെൽറ്റ കൊണ്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഗ്യാസ് ആയിട്ടും ഹൈഡ്രജൻ ക്ലോറിക് ആസിഡ് ഗ്യാസ് ആയിട്ട്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആയിട്ട്, ക്ലോറിക് ആസിഡ് അല്ല, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആയിട്ടും റിലീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ അമോണിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരാണ്? അമോണിയ ബേസിക് ആണല്ലോ. അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമോണിയം ക്ലോറൈഡ് അമോണിയ റിലീസ് ചെയ്യണല്ലോ. ഈ അമോണിയ ആണ് ആരെ നീല കളർ ആക്കുന്നത്? നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ നീല കളർ ആക്കുന്നത്. അപ്പൊ മനസ്സിലായി എന്താണ്? ചൂടാകും അമോണിയം ക്ലോറൈഡ് എന്താവുന്നു? അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ബേസിക് നേച്ചർ ഉണ്ടാവുന്നു മനസ്സിലായി. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എന്ത് കണ്ടു? അമോണിയം ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് അത് മാറുന്നുണ്ടെന്ന് കണ്ടു. ഇനി തിരിച്ചു നടക്കാൻ സാധ്യതയുണ്ടോ? അതായത് അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്നിട്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ടാവുമോ? നോക്കാം. ഇനി അമോണിയം ക്ലോറൈഡ് ഉണ്ടായോ നമുക്ക് എങ്ങനെ മനസ്സിലാവും? നേരത്തെ എക്സ്പെരിമെന്റിൽ അമോണിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ്. നമ്മൾ തുടക്കത്തിൽ അമോണിയയുടെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടു അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്തു. അവിടെ ഒരു വൈറ്റ് കളറുള്ള പൗഡറാണ് നമ്മൾ ഇനീഷ്യൽ ഉപയോഗിച്ചത്. അപ്പം വൈറ്റ് ആണ് എന്താണ്? അമോണിയം ക്ലോറൈഡ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കളർ. സോ ഇവിടെ എങ്ങനെ നമുക്ക് കാണാം? നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്താണ്? ഗ്ലാസ് റൂട്ട് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് HCl is shown on a jar filled with NH3 gas. അപ്പൊ നമുക്കൊരു ജാർ ഉണ്ട്, അത് ഡെഫിനറ്റ്ലി ഇൻവേർട്ടഡ് ആയിരിക്കുമല്ലോ. നമുക്ക് അല്ലാതെ അമോണിയ നേരെ കളക്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് സമയം നിൽക്കാൻ പറ്റും. സോ നമുക്ക് ഫോർ എക്സ്പെരിമെന്റിൽ നിങ്ങൾ ആലോചിച്ചോ, ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മൾ അമോണിയ ഗ്യാസിനെ കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ പെട്ടെന്ന് അങ്ങനെ തിരിച്ചു വെച്ചിട്ട് ആ ഒരു ജാർ നമ്മളിങ്ങനെ വെച്ചു. ഈ ജാറിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസ് റോ എടുത്ത് അതിന്റെ ഓപ്പണിങ്ങിലൂടെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുപോയി. അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്താ കാണുമെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഫ്യൂംസ് ആണ് നമ്മൾ കാണുന്നത്. എന്താണ്? വൈറ്റ് ഫ്യൂംസ് നമ്മളവിടെ കാണും. സോ ഇതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ വൈറ്റ് ഫ്യൂംസ് വരുന്നത്? സോ ഈ വൈറ്റ് ഫ്യൂംസിന് കാരണം എന്താണെന്നറിയോ? അത് നമ്മുടെ അമോണിയയും കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും? അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, ഈ ഗ്യാസിനാണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഇത് മാത്രം പോരാ, നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്ത് നോക്കാം. ഇത് നേരെ തിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ഗ്ലാസ് റൂട്ട് ഡിപ്ഡ് ഇൻ NH4OH is shown in a test tube with dilute HCl. സോ NH4OH ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് അമോണിയ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ്. കാരണം NH4OH ആരാ ഉള്ളത്? അമോണിയം വാട്ടറുമാണ്. അപ്പൊ നമ്മളൊരു ഗ്ലാസ് റോഡ് NH4OH ഡിപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അതിനർത്ഥം എന്താണ്? ആ ഒരു ഗ്ലാസ് റോഡിന്റെ മുകളിൽ അമോണിയ മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം.
സോ ഈ അമോണിയം മോളിക്യൂൾസ് ഒക്കെ ഉള്ള അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത ഗ്ലാസ്സിലൂടെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് ട്യൂബിൽ, ആ ടെസ്റ്റ് ട്യൂബിൽ ആരാ ഉള്ളത്? ഡയല്യൂട്ട് HCl ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അമോണിയം ഹൈഡ്രോക്സൈഡിലുള്ള NH3യും നമ്മുടെ HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിലുള്ള HCl-ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും? NH4Cl. അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ് കാണുന്നത്? ഒരു വൈറ്റ് ഫ്യൂംസ് ആണ് ഇവിടെയും കാണുന്നത്. നേരത്തെ പോലെ തന്നെ ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും? ഗ്ലാസ് റോഡിന്റെ എൻഡിൽ നിന്ന് ഈ വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതും കാണിക്കുന്ന എന്താണ്? അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി കമ്പൈൻ ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് തിരിച്ച് NH3യും HCl ആവുന്നുണ്ട്. അതുപോലെ NH3യും HCl കൂടി കമ്പൈൻ ചെയ്തിട്ട് NH4Cl ആവുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കുന്നതിന് മുമ്പ് റിവേഴ്സിബിൾ റിയാക്ഷൻ നമുക്ക് നോക്കാലോ. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ എല്ലാ സംഭവവും സെറ്റപ്പും ആക്കി. എന്താണ്? രണ്ട് സൈഡിൽ ഒരു ട്യൂബിന്റെ കോർക്ക് കൊണ്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ കോർക്ക് കൊണ്ട് അടച്ചത് എന്തിനാണ്? ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പുറത്തോട്ട് പോകില്ല. ഒരു സൈഡിൽ നമ്മളൊരു കോട്ടൺ, അതായത് ഒരു പഞ്ഞി തുണി എടുത്തിട്ട് എന്താണ്, അത് HCl ഡിപ്പ് ചെയ്തിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ അമോണിയ സൊല്യൂഷൻ, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയ സൊല്യൂഷനിൽ നമ്മൾ കോട്ടൺ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, മറ്റേ സൈഡിൽ അമോണിയ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ തുണിയുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് കളറുള്ള ഫ്യൂംസ് വരാൻ തുടങ്ങും. അതാണ് തിക്ക് വൈറ്റ് ഫ്യൂംസ് ഓഫ് NH4Cl ഫോം ചെയ്യുക. അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. മനസ്സിലായോ? അതായത് എന്താണ് ഇതിനുള്ള ഒരു വൈറ്റ് ഫ്യൂംസ്? അപ്പൊ ഡെഫിനറ്റ്ലി NH4Cl വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നടക്കുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, ഐഡിയ സെറ്റപ്പ് ഒക്കെ കിട്ടിയല്ലോ, നടക്കുന്ന റിയാക്ഷൻസും കിട്ടി. ഓക്കെ, അപ്പം എന്താണ് കാണുന്നത്? thick white fumes are formed and formation of precipitate on the sides of glass tube. ഓക്കെ, അപ്പൊ എന്താണ് ഫോം ചെയ്തത്? വൈറ്റ് ഫ്യൂംസ് ഉണ്ട്, അതുപോലെ പ്രസിപ്പിറ്റേറ്റ് സൈഡിലൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡിലൊക്കെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്. ഈ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് ഇനി നമ്മൾ ഒന്നുകൂടി ഹീറ്റ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? പ്രസിപ്പിറ്റേറ്റ് പിന്നെയും മാറും, വൈറ്റ് ഫ്യൂംസ് പിന്നെയും വരും. ഇനി ഹീറ്റ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പ്രസിപ്പിറ്റേറ്റ് വരും, പിന്നെയും ഫ്യൂംസ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. പ്രസിപ്പിറ്റേറ്റ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, ഹീറ്റ് ചെയ്ത് അപ്പം പോകും. ഇതാണ് കണ്ടത്. അപ്പൊ എന്താണ് ഇവിടെ കണ്ടത്? വൈറ്റ് ഫ്യൂംസ് ആർ NH4Cl. NH4, അതായത് അമോണിയം ക്ലോറൈഡ് ആണ് ഈ വൈറ്റ് ഫ്യൂംസ്. അപ്പൊ അയാൾ തന്നെ എന്ത് ചെയ്യും? ഇടക്ക് പ്രസിപ്പിറ്റേറ്റ് ആവും. NH4Cl ആയി, ഗ്യാസ് ഫോമിലാണ്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് വേറെ ഹീറ്റ് ഒന്നും നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും? കുറച്ച് NF4Cl എന്ത് ചെയ്യും? ഗ്യാസ് ഫോമിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യും? NH4Cl ഗേഷ്യസ് ഫോമിൽ അവിടെ നിൽക്കും. അമോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? കുറച്ചവിടെ ഗേഷ്യസ് ഫോമിൽ, സോളിഡ് ഫോമിലും കൂടി അവിടെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അപ്പൊ ഇയാളെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? ഇവിടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചിട്ട് അമോണിയം ക്ലോറൈഡ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ എന്താണ്? വൈറ്റ് ഫ്യൂംസ് ആർ NH4Cl. വെൻ ഹീറ്റഡ് ദ ഡീകമ്പോസ്ഡ് ഫോം NH3 ആൻഡ് HCl. മനസ്സിലായല്ലോ? വൈറ്റ് ഫ്യൂംസ് ഉണ്ട്. അതായത് നമ്മൾ ഈ സെറ്റപ്പ് വെച്ചപ്പോൾ ഒരു സൈഡിൽ കോട്ടൺ തുണി മുക്കി വെച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ കോട്ടൺ തുണി അമോണിയം സൊല്യൂഷനിൽ മിക്സ് ചെയ്ത ഒരു കോട്ടൺ തുണി. അപ്പൊ റിയാക്ഷൻ നടക്കുമ്പോൾ നടുവിൽ എന്ത് ചെയ്തു? വൈറ്റ് ഫ്യൂംസും ഉണ്ടാവും, സൈഡിലൊക്കെ എന്തുണ്ട്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റും കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോയിട്ട് പിന്നെയും ഫ്യൂംസ് തന്നെ ആവും. പക്ഷെ കുറച്ച് സമയം ഹീറ്റ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരും. സോ ഇവിടെ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കുന്നത്? രണ്ട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഒന്നാമത്തിൽ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്ത് അമോണിയം ക്ലോറൈഡ് സോളിഡ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് സോളിഡ് എന്താകുന്നുണ്ട്? അമോണിയം ഹൈഡ്രോക്ലോറൈഡ്. നമ്മുടെ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആരാ ഉണ്ടാകുന്നത്? ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്, ഫ്യൂംസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, നമുക്ക് വൈറ്റ് PPT ഞാൻ ഉദ്ദേശിക്കുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആട്ടോ, എന്താവുന്നുണ്ട്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചാരാവുന്നുണ്ട്? അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ തിരിച്ചും ഫ്യൂംസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റിയാക്ഷൻ ഒരു തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. NH4Cl. ഇവിടെ ഒരു പ്രത്യേക ഏറോ ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ പറയുന്ന പേര് റിവേഴ്സിബിൾ ഏറോ എന്ന് പറയാം. അതായത് രണ്ട് സൈഡിലും റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് ഈ റിവേഴ്സിബിൾ ഏറോ ഉപയോഗിക്കുന്നത്. അപ്പൊ NH4Cl റിവേഴ്സിബിൾ ഏറോ NH3 ഗ്യാസ് പ്ലസ് HCl. സോ എന്താണ്? റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഞാൻ നേരത്തെ ഇവിടെ അടിവരെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നീ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ഒരു സൈഡ് നടക്കുന്നുണ്ട്, നമ്മൾ കണ്ടോ? ഈ എയറോ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒന്ന് പകുതി, അതായത് പകുതി, എയറോ ഫുള്ളില്ല, എയറോയുടെ പകുതി കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കാണിക്കുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി എന്താണ്? റൈറ്റ് സൈഡിലോട്ട് കാണിക്കുന്ന റിയാക്ഷൻസ് ആണ് ഫോർവേഡ് റിയാക്ഷൻസ്. അതുപോലെ തിരിച്ച് കണ്ടോ, വേറെ ഏറോ ഇതേപോലെ തന്നെ അതേ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് റിവേഴ്സ് റിയാക്ഷൻ.
ഇപ്പൊ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ? എന്താണ്? റിയാക്ടൻസ് ചേഞ്ച് ടു പ്രൊഡക്ട്സിലാണ്. റിയാക്ഷൻ വേർ റിയാക്ടൻസ് ചേഞ്ച് ടു പ്രൊഡക്ട്സ് ആർ കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ, ആൻഡ് റിയാക്ഷൻസ് വേർ പ്രൊഡക്ട്സ് ചേഞ്ച് ബാക്ക് ടു റിയാക്ടൻസ് ആർ കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സിമ്പിൾ. ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആവുന്നു, ബാക്ക്വേർഡ് വെച്ചാൽ പ്രൊഡക്ട്സ് റിയാക്ടൻസ് ആവുന്നു. അപ്പൊ ക്ലിയർ ആയല്ലോ? റിവേഴ്സിബിൾ റിയാക്ഷൻ തുടക്കത്തിൽ പറഞ്ഞ ടീച്ചറിന്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഈ റിവേഴ്സിബിൾ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഐഡിയ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള കാര്യമാണ്. അതും കൂടി ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു പോർഷൻ തന്നെ അത്യാവശ്യം കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഈ റിവേഴ്സിബിൾ എയറോ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളൊക്കെ കാണും. ഭാവിയിൽ സയൻസ് പഠിക്കുമ്പോൾ +1 +2 നിങ്ങൾ മനോരമ ഹൊറൈസന്റെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാം എടുക്കുമ്പോൾ നിങ്ങൾ കാണും എന്താണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ തന്നെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ അതല്ലാതെയും ആ ചാപ്റ്ററിൽ അതിന് മുന്നേയും അതിന് ശേഷമൊക്കെ കാണും എന്താണ് റിവേഴ്സിബിൾ എയറോ വെച്ചുള്ള ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ ഹേബർ പ്രോസസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അമോണിയം ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് അമോണിയം ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് നമ്മൾ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞു. അത് തന്നെ ആദ്യത്തെ എക്സാമ്പിൾ. അമോണിയം 3H2 കൂടി ചേർന്നിട്ട്, അമോണിയ അല്ല, നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് നമുക്ക് അമോണിയ ഉണ്ടാവും. N2 + 3H2 gives 2NH3. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. വേറെ എക്സാമ്പിൾ ഇതാ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനും കൂടി ചേർന്നിട്ട് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും. SO2 2SO2 + O2 gives 2SO3. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, ഹൈഡ്രജൻ + അയഡിൻ gives H2 + 2 I2 gives 2HI. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ഫോർവേഡ് റിയാക്ഷൻ വേർ ദ റിയാക്ടൻസ് ചേഞ്ച് ടു പ്രൊഡക്ട്സ്, പിന്നെ വേർ പ്രൊഡക്ട്സ് ചേഞ്ച് ടു റിയാക്ടൻസ് ഈസ് കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇപ്പൊ സംഭവം ക്ലിയർ ആയല്ലോ? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? സോ റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ വേറെ ആളുകളുണ്ട് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ പറയുമ്പോൾ ചെറിയൊരു കാര്യം ഞാൻ മിസ്സായിട്ട്, എന്താന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ പറഞ്ഞല്ലോ. അപ്പൊ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു സെറ്റപ്പ് വേണം. എന്താണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ മാത്രമേ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കൂ. ഇപ്പൊ ക്ലോസ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ക്ലോസ്ഡ് എന്ന് വെച്ചാൽ അടച്ചു പൂട്ടിയ സെറ്റപ്പ്. അത് തന്നെ ഐഡിയ. റിയാക്ഷനിൽ വേറൊരു പുറത്തുനിന്ന് ഒരു ഇന്റർഫറൻസും പാടില്ല. അതുപോലെ തന്നെ ഉള്ളിൽ റിയാക്ഷൻ നടക്കുന്ന ആ ഒരു സെറ്റപ്പ്, അതൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ ഉള്ള ആ ഒരു കണ്ടീഷനും വേരി ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനെ അതായത് പുറത്ത് നിന്ന്, അതായത് എക്സ്പെരിമെന്റ് നടക്കുന്ന പുറത്ത്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ റിയാക്ഷനിൽ പുറത്തുനിന്ന് ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് വരാനൊക്കെ അതിനെന്ത് ചെയ്യും? വാക്വം കണ്ടീഷനിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ റിയാക്ഷൻ നടത്തുക. ഇപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? പുറത്തിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻ സെറ്റപ്പിലും ഒരു മാറ്റവും ഇല്ല. അതാണ് ക്ലോസ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം തെർമൽ ഫ്ലാസ്ക്, വാട്ടർ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ തെർമൽ ഫ്ലാസ്ക്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലാസ്ക് ഉപയോഗിക്കും. അവിടെ എന്താണ്? ചൂട് പുറത്തോട്ട് പോവില്ല, വാട്ടറും പുറത്തോട്ട് പോവില്ല. പുറത്ത് ചൂടായാലും തണുപ്പായാലും അതിനുള്ളിലുള്ള, അതായത് തണുത്ത കാലാവസ്ഥയിൽ പോവുകയാണെങ്കിലും അതിൽ നല്ല ചൂടുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ തണുത്ത വെള്ളം അതിൽ വെച്ച് അങ്ങനെ തന്നെ ഇരിക്കും. ചൂടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തണുത്ത വെള്ളം നമ്മൾ തെർമൽ ഫ്ലാസ്കിൽ എടുത്താൽ അതും അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇതിന് കാരണം എന്താണ്? അവിടെ പുറത്തുനിന്നുള്ള ഒന്നും അതിനുള്ളിലുള്ള വാട്ടറിനെ എഫക്ട് ചെയ്യുന്നില്ല. അതുപോലെ ഉള്ളിലുള്ള ചൂട് പുറത്തോട്ട് പോകാത്തതുകൊണ്ട് ആ ചൂട് അതുപോലെ തന്നെ നിൽക്കും. അതുപോലത്തെ സെറ്റപ്പില്ല, പുറത്തൊന്നും അകത്തൊന്നും ഒരു മാറ്റവും സംഭവിക്കാത്ത സ്ഥലത്ത് മാത്രമാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റംസിൽ നിങ്ങൾ കൂടുതൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ഇനി എന്താ നമുക്ക് നോക്കാലോ. ക്ലോസ്ഡ് അല്ലാത്ത സിസ്റ്റംസിൽ സാധാരണ ചുറ്റും നടക്കുന്ന എല്ലാം ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, ഒരു തരത്തിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ പറ്റും, അതിന് ഇതുപോലെ കണ്ടീഷൻ കൊടുക്കണമെന്ന് മാത്രം. Such chemical reactions in which reactants give products but the products do not give back the reactants are called irreversible reaction. ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ NaCl അല്ല കേട്ടോ, NaOH ആണ്. NaOH + HCl gives NaCl + H2O. ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ആരാ കമ്പൈൻ ചെയ്യുന്ന? ഒരു ബേസും ഒരു ആസിഡും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സോൾട്ടും കൂടെ വാട്ടറും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ എന്താണ്? തിരിച്ചിപ്പം വാട്ടറും അതുപോലെ തന്നെ സോൾട്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് തിരിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കിട്ടാൻ പോകുന്നില്ല. ഒറ്റ സൈഡ് മാത്രം നടക്കുന്ന റിയാക്ഷൻ. റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന അവിടെ തീർന്നു, അതിലപ്പുറം ഇല്ല. അപ്പൊ എന്താണ്? റിയാക്ടൻസ്, സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് റിയാക്ടൻസ് ഗിവ് പ്രൊഡക്ട്സ് ബട്ട് ദ പ്രൊഡക്ട്സ് ഡു നോട്ട് ഗിവ് ബാക്ക് ദ റിയാക്ടൻസ് ആർ കോൾഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അപ്പൊ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ക്ലോസ് സിസ്റ്റം വേണ്ടത് ആർക്കാണ്? റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണെന്ന് പഠിച്ചല്ലോ. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ ചാപ്റ്ററിൽ? നമ്മൾ അമോണിയെ പറ്റി പഠിച്ചു. അമോണിയ എന്തൊക്കെ പഠിച്ചു? അമോണിയന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. പിന്നെന്താണ്? അമോണിയയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. പ്രോപ്പർട്ടീസ് കാണാൻ വേണ്ടി നമ്മൾ പല എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു അല്ലേ? അതിൽ മനസ്സിലായ എന്തൊക്കെയാണ്? അതിന്റെ പഞ്ചൻ സ്മെല്ലുണ്ട്, ഡെൻസിറ്റി കുറവാണ്, കളർലെസ് ആണ്, പിന്നെന്താണ്? ബേസിക് ഇൻ നേച്ചർ ആണ്. അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ ആരെ പഠിച്ചു?
അമോണിയം ക്ലോറൈഡ് പഠിച്ചു. അമോണിയം ക്ലോറൈഡ് പഠിച്ചപ്പോൾ മനസ്സിലായി എന്താണ്, അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് പഠിച്ചു. റിവേഴ്സിബിൾ ആണെന്ന് കാണാൻ വേണ്ടി നമ്മൾ പല പല എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ? എന്തൊക്കെ എക്സ്പെരിമെന്റാണ് ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നമ്മൾ 2 എക്സ്പെരിമെന്റ് ചെയ്തു. എന്ത് ചെയ്തു? ഗ്ലാസ് റോഡ് അമോണിയയിലും ഡിപ്പ് ചെയ്തു, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിലും ഡിപ്പ് ചെയ്തു, വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്തു. പിന്നെ വേറൊരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്തു. അപ്പം നമുക്ക് അമോണിയം കിട്ടി, ഹൈഡ്രോക്ലോറിക് ആസിഡും കിട്ടി. പിന്നെ നമ്മളൊരു വലിയൊരു ട്യൂബ് എടുത്തു, രണ്ടും വെച്ചു, അമോണിയം വെച്ചു, അതുപോലെ എന്ത് ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിപ്പ് ചെയ്ത കോട്ടൺ തുണികൾ നമ്മൾ വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫ്യൂംസ് ഫോം ചെയ്തു, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ പിന്നെയും എന്ത് ചെയ്തു? ഫ്യൂംസ് ഫോം ചെയ്യും. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. റിവേഴ്സിബിൾ റിയാക്ഷന്റെ റിവേഴ്സിബിൾ എയറോ എന്ന് പറഞ്ഞു. എയറോന്റെ 2 ഭാഗം, ഒന്ന് ഫോർവേഡ് റിയാക്ഷനും, അതായത് നമ്മൾ ജനറലി പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് റിയാക്ഷനാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയാം. അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റ് റിയാക്ഷൻ നമ്മൾ എന്താ പറയുക? ബാക്ക്വേർഡ്. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വളരെ എളുപ്പത്തിൽ അതാണ്. ഫോർവേഡ് റിയാക്ഷൻ ഏതാ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഷ്ടപ്പെടേണ്ട. ലെഫ്റ്റ് ടു റൈറ്റ് പറയുന്നതാണ് നമ്മുടെ ഫോർവേഡ്, അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റ് പറയുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻസിൽ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവും, ബാക്ക്വേർഡ് റിയാക്ഷൻസ് പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആവും. ഓക്കെ ആണല്ലോ? പിന്നെ റിവേഴ്സിബിൾ റിയാക്ഷൻ പഠിച്ചു. എന്താണ്? ക്ലോസ്ഡ് അല്ലാത്ത സിസ്റ്റംസിന്, അതായത് റിയാക്ടൻസ് കൺവേർട്സ് ടു പ്രൊഡക്റ്റ്, ബട്ട് ദ പ്രൊഡക്ട്സ് വിൽ നോട്ട് കൺവേർട്ട് ബാക്ക് ഇൻ ടു റിയാക്ടൻസ്. അപ്പൊ അത്തരം റിയാക്ഷൻസ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് പറഞ്ഞു. സോ ഇത്തരമൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അമോണിയയുടെ കാര്യങ്ങളും കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിലെ ആദ്യത്തെ കമ്പൗണ്ട് അമോണിയ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ പറ്റിയാണ്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് പഠിക്കും? സൾഫ്യൂരിക് ആസിഡും അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ അതൊക്കെ അടുത്ത ക്ലാസ്സിലാണ്. പക്ഷേ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon. Learning made simple.